ഗൈസ് നമ്മൾ പ്രീവിയസ് ബർത്തിൽ ചെയ്ത ബാഡ് കർമാസ് ഈ ലൈഫിൽ എഫക്റ്റ് ചെയ്യുമോ? ഈ ലൈഫിൽ എഫക്റ്റ് ചെയ്യും. കാരണം അതിനാണല്ലോ നമ്മളിവിടെ വന്നത്. നമ്മളിവിടെ വന്നത്, നമ്മളിവിടെ റീഇൻകാർണേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺറിസോൾവ്ഡ് കർമാസ് ഉണ്ട്. നമ്മളുടെ കർമ്മ എല്ലാം ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എൻലൈറ്റ്മെന്റ് ആയിട്ട് ആ വഴിക്ക് പോകൂലേ? അപ്പം നമ്മളങ്ങനെ ബാഡ് കർമാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് അത് ബാലൻസ് ചെയ്തേ പറ്റൂ. കർമ്മ പല രീതിയിലുണ്ട്. ഇപ്പം സപ്പോസ് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഭിക്ഷ യാചിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചില്ലറ പൈസ കൊടുക്കുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ചെറിയ ഗുഡ് കർമ്മ കിട്ടുന്നു. അപ്പം അങ്ങനെ നല്ല നല്ല കർമ്മം ഉണ്ടാക്കുന്നതും ഉണ്ട്. പക്ഷേ ഒരു സ്പെസിഫിക് വ്യക്തിക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സംഭവം, ഇപ്പോൾ ഒരാളോട് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ചതി ചെയ്യുന്നു ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സോള് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അടുത്ത ജന്മത്തിലോ എപ്പോഴെങ്കിലും വെച്ചാൽ ആ സോള് തന്നെ നിങ്ങൾ വിഷമിക്കാനുള്ളൊരു കാരണമാവണം. എന്നാലേ ആ കർമ്മ ന്യൂട്രലൈസ് ആവും. പക്ഷേ ചെറിയ ചെറിയ കർമാസ് ഉണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ ആരുടെങ്കിലും അങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ടെങ്കിൽ അത് ആ സോൾ തന്നെ വന്നിട്ട് ഇത് ന്യൂട്രലൈസ് ചെയ്യണമെന്നില്ല. അത് ഒരു കോമൺ ഈ ഒരു കർമ്മിക് കടലിൽ അത് ഒരു ബാലൻസ് ആയിട്ട് പോകും. പക്ഷേ ഒരു സ്പെസിഫിക് വ്യക്തിയോട് നിങ്ങൾ എന്തെങ്കിലുമായിട്ട് ബാഡ് കർമ്മ വളരെ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോള് തന്നെ വന്ന് നിങ്ങളതിനെ, കാരണം എന്നാലേ കർമ്മ അവിടെ ന്യൂട്രലൈസ് ആവുള്ളൂ. അപ്പോൾ മനസ്സിലായി, ഇതിൽ ദൈവത്തിന് പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത സംഭവങ്ങൾ. അപ്പം അതിനാണ് നമ്മൾ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറയുന്നത്. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് പല കർമ്മിക് ഡെപ്റ്റുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇന്നർ ട്രൂത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.